വൈറ്റമിൻ എന്ന ഭാഗത്ത് നിന്നും PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈറ്റമിൻ കണ്ടെത്തിയതാരെന്ന്. ആക്ച്വലി ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവും PSCക്കുണ്ട്. പക്ഷേ ഈ 13 വൈറ്റമിനുകളുണ്ട്. വൈറ്റമിൻ A, D, E, K, വൈറ്റമിൻ B കോംപ്ലക്സ് അടക്കം 13 വൈറ്റമിനുകളാണുള്ളത്. ഈ 13 വൈറ്റമിനുകളും പല വൈറ്റമിനുകളും കണ്ടുപിടിച്ചത് പല വ്യക്തികളാണ്. എന്നിട്ടും PSC എന്തുകൊണ്ടാണ് വൈറ്റമിൻ കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യം ചോദിക്കുന്നത്? കാലാകാലങ്ങളായി ഈ ചോദ്യം മാറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ 1912 വൈറ്റമിൻ എന്താണെന്നും വൈറ്റമിന് വേണ്ട കൃത്യമായ നിർവചനങ്ങളും പേരും ഒക്കെ നൽകിയത് കാസിമിർ ഫങ്കാണ്. അപ്പോൾ അതാണ് PSC ഉദ്ദേശിക്കുന്ന ഉത്തരവും അത് തന്നെയാണ്. കാസിമിർ ഫങ്ക് കരുതിയത് എല്ലാ വൈറ്റമിനുകളിലും അമൈൻ എന്ന് പറയുന്ന ഒരു ജീവഘടകമുണ്ട് എന്നാണ്. പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 1906 മനുഷ്യ ശരീരത്തിനകത്ത് ജീവൽ ഘടകമായ ഒന്നുണ്ടെന്നും ആ ഒരു ഒന്നിനെ പരിചയപ്പെടുത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ വൈറ്റമിന് കൃത്യമായ നിർവചനവും വൈറ്റമിൻ എന്താണോ നമ്മൾ ഇന്ന് അറിയുന്നത് ആ രൂപത്തിലുള്ള വസ്തുതകൾ വ്യക്തമായി നിഷ്ഠമായി പറഞ്ഞത് കാസിമിർ ഫങ്കാണ്. അതുകൊണ്ട് വൈറ്റമിന് പേര് നൽകിയത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് കാസിമിർ ഫങ്കിനെ കണക്കാക്കുന്നത്. എന്നാൽ ഫ്രെഡറിക് ഹോപ്കിൻസ് വൈറ്റമിൻ കണ്ടെത്തിയത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ ആ ഒരു ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1913 എൽമർ മക്കോളവും ഡേവിഡും ചേർന്നിട്ടാണ് വൈറ്റമിൻ A കണ്ടെത്തുന്നത്. ഇതുപോലെ പല വൈറ്റമിനുകളും പല വ്യക്തികളാണ് കണ്ടെത്തിയത്. പക്ഷേ വൈറ്റമിൻ കണ്ടെത്തിയത് ആര് എന്ന ചോദ്യത്തിന് PSCയിൽ നമ്മൾ ഉത്തരം നൽകേണ്ടത് ഫ്രെഡറിക് ഹോപ്കിൻസിൻ്റെ പേര് തന്നെയാണ്. എന്നാൽ വൈറ്റമിന് കൃത്യമായ നിർവചനം നൽകിയതും വൈറ്റമിന് പേര് നൽകിയത് ആര് എന്ന് ചോദിച്ചാലും ഉത്തരം പറയേണ്ടത് കാസിമിർ ഫങ്കാണ്.